So hi all, it's me Muhammad Najib Nazar again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ 29ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഇക്വിറ്റി സെഗ്മെന്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ കഴിഞ്ഞു. ഫ്യൂച്ചേഴ്സിന്റെ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് വീഡിയോ, ഒരു ഗ്രാൻഡ് ഫിനാലെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് കൂട്ടാക്കാൻ. കാര്യം വേറൊന്നുമില്ല, ബാക്കിയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ CPR ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം ഫ്യൂച്ചേഴ്സിൽ ഓവറായിട്ട് തുടക്കക്കാരും ട്രേഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. അതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ട്രേഡാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഫർദർ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓർഡറായിട്ട് ആദ്യം മുതലേ കണ്ടുവരിക. ഒരിക്കലും ഓവർലാപ്പ് ചെയ്ത് മിക്സപ്പ് ചെയ്ത് അങ്ങനെയൊന്നും കാണാതെ വളരെ ഓർഡറായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരിക. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ FNO ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നായിരുന്നു, അപ്സ്റ്റോക്സിലായാലും ജെറോദയിലായാലും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ജെറോദയിലായാലും അപ്സ്റ്റോക്സിലായാലും നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് അക്കൗണ്ടായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ കൂടെ പെട്ടെന്ന് പിടിച്ച് എത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ വളരെ ഇൻഡിക്കേറ്റേഴ്സും ടെക്നിക്സും കാര്യങ്ങളും പഠിക്കുന്നതിലുപരി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചേഴ്സിലെ മാർജിൻ മണിയെക്കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ആ മാർജിൻ മണി, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഒരിക്കലും ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ ആദ്യം തന്നെ വേറൊന്നും പറയാനില്ലെന്നേ. കാര്യം നമ്മുടെ ഫ്യൂച്ചേഴ്സിൻ്റെ വളരെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ വളരെ വൃത്തിയായിട്ട് പറയേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഇൻട്രൊഡക്ഷൻ ചുമ്മാ എല്ലാ വീഡിയോയിലും തരേണ്ട കാര്യമില്ല. ഓട്ടിച്ച് ഞാനൊരു ഫസ്റ്റ് സ്ലൈഡ് ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ആദ്യം. അപ്പം ഇത് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അത് സെല്ല് ചെയ്യുന്ന ആദ്യം വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം, രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ട്രാൻസാക്ഷനാണ്, ഫ്യൂച്ചറിൽ എക്സ്പയർ ആവുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. ഏത് ഡേയിലാണോ അത് എക്സ്പയർ ആവുന്നത് അതിനെയാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു 2-way ട്രാഫിക് ആണ്. ആദ്യം സെല്ല് വേണമെങ്കിലും ചെയ്യാം, പിന്നെ ബൈ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ചെയ്യണമെങ്കിലും നമുക്കത് ഫുൾ മണിയുടെ ആവശ്യമില്ല. നമുക്കൊരു മാർജിൻ മണി മാത്രം കൊടുത്ത് നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ആവാം. ഇതാണ് സിംപ്ലി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സംഭവം എന്നുള്ളത്. അപ്പോൾ അത് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വളരെ വ്യത്യാസമാവുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നമുക്ക് ആദ്യം സെല്ല് ചെയ്യാം, പിന്നെ ബൈ ചെയ്യാം. അത് നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ മാത്രമേ പറ്റൂ. പിന്നെ നമുക്ക് പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ നമുക്ക് ചെയ്യാമെങ്കിലും, ആദ്യം ബൈ ചെയ്യാമെങ്കിലും ആദ്യം സെല്ല് ചെയ്യാമെങ്കിലും എങ്ങനെ ചെയ്യാമെങ്കിലും ഞാനിതിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതൊരു, അതായത് വളരെ തുച്ഛമായ ഒരു കാശുണ്ട്. നമുക്കൊരു മാർജിൻ മണി അല്ല ഒരു ടോക്കൺ കൊടുത്ത് തന്നെ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ ആ മാർജിൻ മണിയിൽ എന്ത് കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതിൽ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വരുന്ന ഒരു ചെറിയ ഡിഫറൻസ്, അതൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കാണാം ക്യാഷ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, ബയ്യർ പേ ചെയ്യും. എനിക്കിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങണം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SBI ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ എക്സ്ചേഞ്ചിന് എൻ്റെ ക്യാഷ് പേ ചെയ്യും. ആരാണോ ആ ക്യാഷ് ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ വിൽക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർ വിൽക്കും. അതായത് ബയ്യർ പേ ദ മണി, സെല്ലർ ഗിവ് ദ ഷെയർസ്. ഓക്കെ, അതാണ് നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ. സാധാരണ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ്, മറ്റേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ എന്താണ്, അവിടെ ആക്ച്വലി ഒരു ഷെയർ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. അവിടെ നമ്മുടെ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ആവുന്നത് മാത്രം. അവിടെ ബയ്യറും ഒരു മാർജിൻ മണി എക്സ്ചേഞ്ചിനെ ഏൽപ്പിക്കുന്നു, സെല്ലറും ഒരു മാർജിൻ മണി എക്സ്ചേഞ്ചിനെ ഏൽപ്പിക്കുന്നു. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ മാർജിൻ മണി. അപ്പം എന്താണ് ഈ മാർജിൻ മണി? അതായത് നമുക്ക് കോൺട്രാക്ട് വാല്യൂവിൻ്റെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആണെന്ന് മാത്രമേ നമുക്കറിയൂ. അപ്പോൾ എന്താണ് ഈ മാർജിൻ മണി? ഈ മാർജിൻ മണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെടുന്നത്? ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതിനുവേണ്ടി ആദ്യം നമ്മൾ അറിയേണ്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ
ഈ മാർജിൻ മണി എന്ന് പറഞ്ഞാൽ യൂഷ്വലി, അതായത് ലോകമെമ്പാടും നമ്മുടെ കോൺട്രാക്ട് വാല്യൂ എന്താണോ, ഇപ്പം നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പം 100 രൂപയുടെ ഒരു സാധനം എനിക്കത് 100 എണ്ണം വാങ്ങിക്കണമെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലാണെങ്കിൽ 100 × 100 നമുക്ക് 10,000 രൂപ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രം നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ലോകമെമ്പാടും നമുക്കറിയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ മാർജിൻ മണിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പാൻ മാർജിൻ, വിച്ച് മീൻസ് സ്പാൻ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് സ്റ്റാൻഡേർഡ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഈ അനാലിസിസ് ആണ് നടത്തുന്നത് മാർജിൻ മണി എത്ര ആണെന്ന് നിശ്ചയിക്കാൻ വേണ്ടി. അപ്പോൾ all over the world the margin is calculated as a percentage of the contract value, that is span margin. ലോകമെമ്പാടുമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ കോൺട്രാക്ട് വാല്യൂ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് സ്പാൻ മാർജിൻ എന്ന് പറയുന്നത്. ദേ ഡു ദ സ്റ്റാൻഡേർഡ് പോർട്ട്ഫോളിയോ അനാലിസിസ് ദാറ്റ് ദ റിസ്ക് ദാറ്റ് യു ക്യാരി. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ബൈ ചെയ്യുന്നോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നോ എന്ത് ചെയ്യുവാണെങ്കിലും എത്രത്തോളം റിസ്ക് ആ ഒരു ട്രാൻസാക്ഷനിലുണ്ട് അതിൻ്റെ ഒരു ബേസിക് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്, ആ കാൽക്കുലേഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ട, അത് വെച്ചിട്ടാണ് അവർ ഈ മാർജിൻ മണി, അതായത് ഈ സ്പാൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ we have to pay some exposure margin in addition to it. അതായത് മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സ്പാൻ മാർജിൻ പ്ലസ് എക്സ്പോഷർ മാർജിൻ, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഈ നമ്മുടെ ഈ പറയുന്ന മാർജിൻ മണി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് എവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാം, അതായത് മാർജിൻ മണി എത്ര, എക്സ്പോഷർ മണി എത്ര, ടോട്ടൽ എത്രയാണോ നമ്മൾ മാർജിൻ മണി കീപ്പ് ചെയ്യേണ്ടുള്ളത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ്. പക്ഷേ ഓട്ടിച്ച് ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോയി സെറോദ മാർജിൻ കാൽക്കുലേറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ താണ്ടെ സെറോദ മാർജിൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ വരും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പെട്ടെന്നൊരു ഇതായിട്ടങ്ങ് പറഞ്ഞുതരാൻ വേണ്ടി ആദ്യം ഏതാണ് നമ്മൾ സ്ഥിരം എടുക്കുന്നത്, നമ്മുടെ റിലയൻസിനെ തന്നെ എടുക്കുക. റിലയൻസിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ലോട്ട് എന്താ നിങ്ങൾക്ക് അറിയാം, 250. അതിപ്പോൾ ബൈ ചെയ്യണം, ഇതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നോക്കേ, അതിൻ്റെ സ്പാൻ മാർജിൻ 1,09,328 രൂപ. അതിൻ്റെ എക്സ്പോഷർ മാർജിൻ എന്ന് പറഞ്ഞാൽ 20,534 രൂപ. ടോട്ടൽ നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവേണ്ടുള്ളത് 1,29,862 രൂപ. നേരെ മറിച്ച് ഇതിപ്പോൾ ഒറിജിനലായിട്ട് റിലയൻസിന് ഇപ്പോൾ ഓൾറെഡി 432 രൂപ അങ്ങോട്ട് വിലയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് 8 ലക്ഷം രൂപയിൽ കൂടുതൽ വേണം. പക്ഷേ അത് നമുക്ക് ടോട്ടൽ മാർജിനായിട്ട് ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എടുക്കാൻ പറ്റും. അതിപ്പോൾ സെല്ലാണെങ്കിലും ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ്ട് റിലയൻസ്, അതിപ്പം റിലയൻസിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് സെല്ലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നോക്കേ, ഓൾമോസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. എന്താണോ നിങ്ങൾ ബൈ ചെയ്യുന്ന കാര്യം, ഇത് മ്യൂച്വലി രണ്ടുപേരും ഒരുപോലെ എക്സ്ചേഞ്ചിന് കൊടുക്കുന്നതാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തേക്കുന്ന നിങ്ങളുടെ ഒരു ഇതിനകത്ത് നിങ്ങളുടെ റിസ്ക് നിൽക്കും, കൗണ്ടർ പാർട്ടി റിസ്ക് ഒന്നും വരത്തില്ല. അതിന് വേണ്ടുന്ന ഒരു ബേസിക് എമൗണ്ട്, ഒരു ടോക്കൺ എമൗണ്ട് ആണ് ഈ വാങ്ങിച്ച് ആദ്യമേ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെങ്കിൽ താണ്ടെ ഈ ഇക്വിറ്റി ഫീച്ചേഴ്സിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണോ മാർജിൻ, എത്ര ശതമാനമാണ്. ഇപ്പം താണ്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ളൊരു കമ്പനി എടുക്കട്ടെ. ഇപ്പോൾ അശോക് ലേലാൻഡ് എന്ന് പറയുന്നൊരു കമ്പനി, അശോക് ലേലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നോർമൽ മാർജിൻ ഇതാണ്. അതായത് ഓൾമോസ്റ്റ് കോൺട്രാക്ട് വാല്യൂവിൻ്റെ 32% അവർ മാർജിനായിട്ട് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ കമ്പനിയുടെ കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്പാൻ മാർജിനും എക്സ്പോഷർ മാർജിനും എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി ഈ സ്പാൻ മാർജിൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഇപ്പോൾ ആയി കാണും. അപ്പോൾ ഇനി എന്താണ് ഈ സ്പാൻ മാർജിൻ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് കോൺട്രാക്ട് വാല്യൂവിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ്, അതാണ് ലോകമെമ്പാടും ഉള്ളൊരു സ്പാൻ മാർജിനായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലും അത് തന്നെയാണ്. എന്നാലും അതൊന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ സ്പാൻ മാർജിൻ ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ഫ്രം സ്റ്റോക്സ് ടു സ്റ്റോക്സ്. അതായത് ഇപ്പോൾ റിലയൻസിൻ്റെ സ്പാൻ മാർജിൻ എത്ര ആയിരിക്കും, അതായിരിക്കത്തില്ല SBI ബാങ്കിൻ്റെ, അതായിരിക്കത്തില്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ. അതായത് അത് ഓരോ സ്റ്റോക്കിനും വ്യത്യാസമാണ്. ഈവൻ വെൻ ദ സെയിം സ്റ്റോക്സ് ഓൾസോ ആസ് ആൻഡ് വെൻ ദ വോളറ്റിലിറ്റി ചേഞ്ചസ് ദേ കീപ്സ് ചേഞ്ച് ദ പെർസെൻറ്റേജ്. ഓക്കെ, ദേ കീപ്സ് ചേഞ്ച് ദ പെർസെൻറ്റ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത്
ഈ പറഞ്ഞു ഓരോ സ്റ്റോക്കിലും വ്യത്യാസമാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ സ്പാൻ മാർജിൻ ആയിരിക്കത്തില്ല എസ് ബി ഐയുടെ ആയിരിക്കത്തില്ല, ടാറ്റ മോട്ടോഴ്സിൻ്റെ ആയിരിക്കത്തില്ല, അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ പല സ്റ്റോക്കിന് പലതാണ്. ഈവൻ ദോ സെയിം സ്റ്റോക്കിൽ തന്നെ എല്ലാ ദിവസവും ഒരേ സ്പാൻ മാർജിൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതെങ്ങനെയാണ് മാറുന്നത്? അതായത് വോളറ്റൈലിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ആ സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് ഒരു സ്പാൻ മാർജിൻ ചിലപ്പോൾ മാറിയെന്ന് വരാം. അപ്പോൾ വെനെവർ ചിലപ്പം ചിലപ്പോൾ റിലയൻസ് കമ്പനിയുടെ ഒരു റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വോളറ്റിലിറ്റി ഹൈപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് മാർജിൻ മണി വേറൊരു പെർസെൻറ്റേജിലായിരിക്കും എക്സ്ചേഞ്ച് ആവശ്യപ്പെടുന്നത്. അപ്പോൾ വേറാസ് ദ എക്സ്പോഷർ മാർജിൻ റിമൈൻസ് ദ സെയിം. മനസ്സിലായല്ലോ? ഈ സ്പാൻ മാർജിൻ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്താണോ നമ്മുടെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ അതിൻ്റെ നിശ്ചിത ഒരു ശതമാനം അത് സ്റ്റോക്കിൽ നിന്ന് സ്റ്റോക്കിൽ വ്യത്യാസമായിരിക്കും. ഈവൻ ഒരു സ്റ്റോക്കിൽ തന്നെ അത് വോളറ്റിലിറ്റി അനുസരിച്ച് ഓരോ ദിവസവും മാറി മാറി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എക്സ്പോഷർ മാർജിൻ എപ്പോഴും ഫിക്സഡ് ആണ്. അതായത് നമ്മളിപ്പം ഇൻഡെക്സ് ഫ്യൂച്ചർ, നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എന്താണോ കോൺട്രാക്ട് വാല്യൂ അതിൻ്റെ 2% അതായിരിക്കും ഫിക്സഡ് ആയിട്ട് എപ്പോഴും. ഇപ്പോൾ സ്റ്റോക്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്പാൻ മാർജിൻ പ്ലസ് എന്താണോ ആ കോൺട്രാക്ട് വാല്യൂ അതിൻ്റെ ഒരു 3.5%, ഇത് രണ്ടും എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. സ്പാൻ മാർജിനിൽ മാത്രമേ വേരിയേഷൻ വരുത്തുള്ളൂ. This is the margin money we are given to the exchange just like a security deposit for avoiding the default risk. അതെന്തിനെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു ബയ്യറാണ്, ഞാനൊരു സെല്ലറുമായിട്ട് എഗ്രിമെൻറ്റിൽ, അതായത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഗ്രിമെൻ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങളൊരു ഇതിൽ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാണ്. ഞാൻ 100 രൂപയിൽ ഒരു നിഫ്റ്റി ഒരു ഫ്യൂച്ചർ ഞാൻ വാങ്ങിച്ചു. ഏതെങ്കിലും ഒരു ABC എന്ന് പറയുന്നൊരു കമ്പനിയുടെ 100 രൂപയുടെ ഒരു ഫ്യൂച്ചർ ഞാൻ വാങ്ങിച്ചു. അത് 110 ആകുമ്പോഴത്തേക്ക് ഞാനത് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് 10 രൂപ ലാഭമുണ്ട്. ഈ സമയത്ത് ആ സെല്ലർ എനിക്ക് ക്യാഷ് തരാതെ പറ്റിച്ചിട്ട് അങ്ങ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ആ സെല്ലറിൻ്റെ നിന്നും ബയ്യറിൻ്റെ നിന്നും കാശ് വാങ്ങിച്ചങ്ങ് എക്സ്ചേഞ്ച് വെക്കുന്നത്. നേരെ മറിച്ച് ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് 90 രൂപയ്ക്ക് എത്തി. 90 രൂപ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ആരിൽ നിന്നാണ് വാങ്ങിച്ചത്? അയാൾക്കാണ് ലാഭം. അപ്പോൾ അയാൾക്ക് ഞാൻ പൈസ കൊടുക്കാതെ പറ്റിച്ച് പോവാതിരിക്കാനാണ് നമ്മുടെ 2 പേരെ കയ്യിൽ നിന്നും ഒരുപോലെ ഇവർ ഈ എക്സ്ചേഞ്ച് ഈ ഒരു മാർജിൻ മണി വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ഈ മാർജിൻ മണിയുടെ കോൺസെപ്റ്റ്. അതിനകത്ത് സ്പാൻ മാർജിനും എക്സ്പോഷർ മാർജിനും വരും. ഇനി ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിരിക്കരുത്. ഇത്രയേ ഉള്ളൂ ഈ സംഭവം, അല്ലാതെ ഭീകര സംഭവങ്ങളൊന്നുമില്ല. ഇനി അതുപോലെ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം, M2M സെറ്റിൽമെൻറ്റ് അഥവാ മാർക്ക് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ്. എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന കേസാണ്. നിങ്ങൾക്ക് അറിയോ എന്നല്ല, നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു കാണും. എന്നാലും അതും ഒന്നുകൂടെ ഒരു മാർജിൻ്റെ ഒരു കേസായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരട്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയിൽ അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് അതൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഈ മാർജിൻ നമ്മൾ കൊടുക്കുന്നത് കൂടാതെ M2M സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റോടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലയൻസിൻ്റെ വില 2452 രൂപയാണ്. നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ 250 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ ഓൾമോസ്റ്റ് 6,13,000 മുകളിലായിരിക്കും അതിൻ്റെ ഒരു ഫുൾ മണി എന്ന് പറഞ്ഞാൽ അത് അപ്രോക്സിമേറ്റ് ഫിഗറാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പക്ഷേ ഫ്യൂച്ചേഴ്സിലായതുകൊണ്ട് നമുക്ക് ഈ ഫുൾ മണി കൊടുക്കേണ്ട, നമുക്കൊരു ടോക്കൺ മണി മാത്രം, അതായത് നമ്മുടെ ഒരു മാർജിൻ മണി മാത്രം കൊടുത്താൽ മതി. അത് ഒരു 1,31,000 ആണ്. അതായത് ഞാൻ മിനിങ്ങാത്ത കാൽക്കുലേഷൻ ആണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ 1,31,000 വെച്ച് ബോത്ത് ദ ബയ്യർ ആൻഡ് സെല്ലർ പേ മാർജിൻ മണി ടു എക്സ്ചേഞ്ച്. അതായത് ബയ്യറും കൊടുക്കും സെല്ലറും കൊടുക്കും. 2 പേരും എക്സ്ചേഞ്ചിന് ആദ്യമേ ഈ ഒരു പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ആവുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്നൊരു കമ്പനി 2452 നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇതിനകത്ത് ഞാനാണ് എൻ്റർ ചെയ്തതെന്ന് വെച്ചോ. ഞാനാണ് ബയ്യർ, വേറെ ഏതോ ഒരാൾ സെല്ലർ, അല്ലെങ്കിൽ ഞാൻ ബയ്യർ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണോ നിങ്ങളാണ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2452 വാങ്ങിച്ചു. അപ്പോൾ 2462 വിൽക്കുവാണെങ്കിൽ ഓക്കെ, 250 ഒരു ലോട്ടിൽ. അപ്പോൾ എനിക്ക് 10 രൂപ, 2500 ലാഭം. ഞാൻ വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട. നേരെ മറിച്ച് 2452 ഇത് 2442 പോകുവാണെങ്കിൽ നിങ്ങൾക്കാണല്ലോ നഷ്ടം, അല്ല നിങ്ങൾക്കാണല്ലോ ലാഭം. കാര്യം എനിക്കാണ് നഷ്ടം, ഞാനാണ് ബൈ ചെയ്ത ആൾ. അപ്പോൾ അത്തരത്തിൽ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഇത് നാളെ നടന്നൊരു മൂവ്മെൻ്റ് ആണ് കേട്ടോ. 2452 വാങ്ങിച്ചിട്ട് അത് 2442 നാളത്തെ ദിവസം ക്ലോസ് ആയത്. അപ്പോൾ 250 × 10 രൂപയാണ് ഡിഫറൻസ്. അതാണ് എൻ്റെ നഷ്ടം. അപ്പോൾ ഈ പൈസ ഡെയിലി എൻ്റെ നിന്നങ്ങ് ഡെബിറ്റ് ചെയ്യും.
ആരെ കയ്യിലാണോ ലോസ് വരുന്നത്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഓരോ ദിവസവും ആർക്കാണോ ലോസ് വരുന്നത്, ആ ലോസ് വരുന്ന ക്യാഷ് അന്നത്തെ ദിവസം ലോസ് വന്ന ആളുടെ കയ്യിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് വന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2500 രൂപ എനിക്ക് ലോസ് വന്നതാണ്, ഈ കാശാണ് വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നത് എക്സ്ചേഞ്ച്. അതിനു വേണ്ടിയാണ് അത് അന്നന്ന ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത്. ഇതിന് ഈ ഓരോ ദിവസവും നടക്കുന്ന സെറ്റിൽമെന്റിന് പറയുന്നതാണ് M2M ഓർ MTM ഓർ മാർക്ക് ടു മാർക്കറ്റ് എന്നാണ് കേട്ടോ. സോറി, മാർക്ക് എന്നായി പോയി, മാർക്ക് ടു മാർക്കറ്റ്. ഇതൊരു ഡേ ടു ഡേ സെറ്റിൽമെന്റ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മാർജിൻ. ഫ്യൂച്ചേഴ്സിലെ മാർജിൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. എത്ര രൂപയാണ് മാർജിൻ മണിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടുള്ളത്, അത് എവിടെ പോയി സെർച്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ എന്താണ് മാർക്ക് ടു മാർക്കറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കാവൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ റിലയൻസിൻ്റെ ഷെയർ ഇന്ന് ഞാൻ 2452 വാങ്ങിച്ചു, ഓക്കെ ഞാൻ ഡിസംബർ എക്സ്പയർ ആവുന്നതാണ്, അപ്പോൾ ഡിസംബർ 31 മുമ്പ് എനിക്ക് എപ്പോഴെങ്കിലും കയറിയാൽ മതി. ശരിയാണ്, പക്ഷേ ഇതിനിടയിൽ ഓരോ ദിവസവും അത് ഇറങ്ങുന്നെങ്കിൽ, ആ പൈസ ഇറങ്ങുന്നെങ്കിൽ, അതായത് 2452 അതിപ്പം ഇന്നത്തെ ദിവസം ക്ലോസ് ആയപ്പോൾ 2442 എനിക്കിന്ന് ഞാൻ 1 ലോട്ടാണ് എടുത്തെങ്കിൽ 2500 നഷ്ടം, അതെൻ്റെ നിന്ന് ഡെബിറ്റ് ആവും. നാളെ ഇപ്പോൾ എനിക്കൊരു 20 രൂപ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറി, അപ്പോൾ എനിക്ക് ആ പ്രൈസ് ക്രെഡിറ്റ് ആവും. അപ്പം ഇങ്ങനെ ഇത് ഡെയിലി ഡേ ടു ഡേ സെറ്റിൽമെൻറ്റ്, അതായത് നമ്മുടെ ഈ ഒരു മാർക്ക് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എല്ലാ ദിവസവും നടന്നു പോകും. ഓക്കെ, എന്നിട്ട് എന്നാണോ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഡിസംബർ 30 ലാസ്റ്റ് വ്യാഴാഴ്ച എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ആ ദിവസം നമ്മൾ ആ സ്റ്റോക്ക് ഫിസിക്കൽ ഡെലിവറി എടുക്കേണ്ടി വരും. ഇത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കുറവായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. റിലയൻസ് 2452 നമ്മൾ വാങ്ങി, ഓക്കെ, എന്നിട്ട് ഞാനിത് അവസാനം വരെ, നമ്മളിതിനിടയിൽ എന്തായാലും വിൽക്കും, എന്നാലും അവസാനം ഡിസംബർ 30 വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസംബർ 30 വരെ വെച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഫിസിക്കൽ ഡെലിവറി എടുക്കേണ്ടി വരും. ഫിസിക്കൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്, ആ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്ത് ഈ ക്യാഷ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് നമ്മൾ എക്സിറ്റ് ആവേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ചെയ്യേണ്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഓർഡർ എക്സിറ്റ് ചെയ്യേണ്ട, പകരം നിങ്ങൾ പോയി റിലയൻസിൻ്റെ അന്നത്തെ എക്സ്പയർ ആവുന്ന ഒരു സെൽ ഓർഡർ നിങ്ങളങ്ങ് എൻട്രി എടുക്കണം. അപ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങളെ ബൈ ഓർഡർ ഉണ്ട്, നിങ്ങൾ സെൽ ഓർഡറിലോട്ട് എൻട്രി എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൗണ്ടർ പൊസിഷൻ ആയങ്ങ് തീർന്നോളും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിച്ചോളാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയുക. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പറയണം. എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പതുക്കെ പറയണം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോരാ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ ഓഫ് യു.